അപ്പൊ ലൈല് യൗമ് എന്നീ പദങ്ങളെ ഇവിടെ കവിതക്കാരൻ മൗലിദി എന്നതിലേക്ക് ചേർത്ത് കൊടുത്തു. മൗലിദി എന്നതിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞെന്താ അതിന്റെ ഉദ്ദേശം? ഫഹ്തമല അൻ യകൂന മിനൽ ഖായിലീന ബി അന്നഹു വലിദ ലൈലൻ. രണ്ട് കൗലുണ്ടല്ലോ അവിടെ. നബിതങ്ങൾക്ക് ജന്മം നൽകിയത് രാത്രിയാണ് എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ വാക്കുന്ന് വരാം, ലൈലത്തുൽ മൗലിദിനോട് യോജിക്കാം. വൻ യകൂന മിനൽ ഖായിലീന ബി അന്നഹു വലിദ നഹാറൻ, പകലിലാണ് നബിതങ്ങൾക്ക് ജന്മം നൽകിയെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അത് വരുമ്പോൾ സദ്ബി യൗമി എന്നാണ് അവിടെ പിടിക്കാം. അപ്പൊ രണ്ടു കൂട്ടർക്കും ഈ ബെയ്ത്തുൽ തെളിവ്. ലൈലത്തുൽ മൗലിദി അവിടെ രാത്രിക്കാർക്ക്, ബി യൗമിഹി എന്ന് പറയുമ്പോൾ പകലുകാർക്ക്. ആവട്ടെ ഈ രണ്ട് അഭിപ്രായത്തിലും സഹിയാക്കിയ അഭിപ്രായം ഏതാ? വാദാഹുവല്ലസഹു, പകലാണ് നബിതങ്ങൾക്ക് ജന്മം നൽകിയത് ശരിയാണ്, അതാണ് പിടിക്കേണ്ടത് എന്ന് ആര് പറഞ്ഞു? കമാ സ്വറഹ ബി ഹദീസ് മുസ്ലിമിൻ വഗൈരിഹി, മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെയും അല്ലാത്തവരുടെയൊക്കെ ഹദീസ് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ പകലിലാന്ന് പറയുമ്പോഴും വലാക്കിന്നെങ്കിലും ബാദൽ ഫജ്രീന, പകലെന്ന് പറയുമ്പോൾ സുബൈ മുതൽ ആകും, സുബൈക്ക് ശേഷം എന്ന് കാണാം. കമാ ബി ഹദീസിൻ, ഹദീസിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ ചോദ്യമുണ്ട്, വഇൻകാന ഫീഹി ദുഅഫുൻ, ആ ഹദീസിൽ ദുർബലതയുണ്ടല്ലോ, ലൈഫാണല്ലോ എന്നാണ്. ലൈഫായിക്കോട്ടെ, എന്താ പ്രശ്നം? ലഅന്നൽ ലൈഫ ഫിൽ ഫളാഇലി വൽ മനാഖിബി, സ്ഥാനമാനങ്ങളും ഉന്നതികളും ശ്രേഷ്ഠതകളും വിവരിക്കുന്ന കൂട്ടത്തിൽ ദഈഫായിരിക്കുന്ന ഹദീസ് ഹുജ്ജത്തുൻ ഇത്തിഫാഖിന് തെളിവാണ്. എല്ലാവരും പറയുന്നുണ്ട്, ഇത്തിഫാഖായിട്ട് പറയുന്ന തെളിവിന് പറ്റും, വിധിയല്ലല്ലോ എന്നാ. അതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ച് പറയാനുണ്ട്. അത് വേറെ കിതാബിൽ ഇട്ട് നക്കലാണ്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഇടയിൽ പറഞ്ഞതും ഷറഹുൽ ബുർഗുദ്ദയിലെയും ഷറഹുൽ ഹംസയിലെയും. ഷറഹുൽ ബുർഗുദ്ദ പരിശോധിച്ചാൽ 313, 319 കാണാം. ഷറഹുൽ ഹംസയിൽ 113, 114 എന്നീ കിതാബിൽ കാണും. ഇത് നമ്പർ പറയുന്നതും ഇബാറത്ത് പറയുന്നതും കിതാബ് കയ്യിലുള്ളവരുണ്ടെങ്കിൽ ശേഖരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിവിടെ മനസ്സിലാക്കാം, ദഈഫല്ലേ ഹദീസ്, അത് കൂടെ കൊണ്ടുവരാൻ പറ്റോ? എന്തിനാ മുർസലല്ലേ അല്ലെങ്കിൽ മുഅല്ലലല്ലേ, അതൊന്നും തെളിവിന് പറ്റൂലല്ലോ എന്നൊക്കെ നമ്മുടെ മേലിൽ സുന്നത്ത് ജമാഅത്തിന്റെ മേലിൽ മുത്തുനബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കുതിര കയറാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിന് എന്താണ് ഈ വിഷയം മനസ്സിലാക്കണില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ നമുക്കൊരു അനിവാര്യമാണ്. ഖാലിൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അമ്മൽ ലഈഫു ഫലാ യജൂസു അൽ ഇഹ്തിജാജു ബിൽ അഹ്കാമി വൽ അഖായിദി, വിശ്വാസകാര്യങ്ങള്, വിധികള്, ഇത്തരം കാര്യങ്ങളിലൊന്നും ലഈഫായ ഹദീസ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പറ്റുകയില്ല. അത് ശാശ്വതമാണ്, അത് നിയമമാണ്, എല്ലാവർക്കും അതറിയാം. എന്നാൽ ഈ പറയുന്ന ലഈഫായ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. വൽ അമല് ബിഹി, അതുകൊണ്ട് അമല് ചെയ്യാൻ പറ്റും. ഈ അഹ്കാമി, വിധികളിൽ അല്ലാത്തതില്, വിധിക്കാൻ പറ്റാത്തുള്ളൂ. ലഈഫായ ഹദീസ് പറ്റാത്ത തള്ളാനുള്ളതല്ല, അമല് ചെയ്യാനും പറ്റും, അത് റിപ്പോർട്ട് ചെയ്യാനും പറ്റും. ഏതുപോലെയൊക്കെ ഖസസ്, ചരിത്രങ്ങൾ പോലെ എത്രയോ ചരിത്രങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ വലാഇൽ അഅമാലി, അമലുകളുടെ ശ്രേഷ്ഠതകൾ പോലെ, തർഗീബ് പേടിക്കുക, ആഗ്രഹിപ്പിക്കുക ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ ലഈഫായ ഹദീസ് കൊണ്ട് വേദറിഞ്ഞൂടെ? പറയാനോ? അതിനെന്താ കുഴപ്പം? അത് അമൽ ചെയ്യാൻ വേണ്ടി പറയാം, വിധി പറയാൻ പറ്റൂല എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. അപ്പൊ ലഈഫായ ഹദീസ് ഇത്തരം കാര്യങ്ങൾ പറ്റുമെന്നായല്ലോ. കാലായുധൻ വീണ്ടും ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹദ്ദിസീങ്ങളും അല്ലാത്ത പണ്ഡിതന്മാരെല്ലാരും യോജിച്ചിട്ടുണ്ട് അൽ മുസാമഹത്തി ഫി അഹാദീസിൽ ഫളാഇലി വത്തർഗീബി വത്തർഹീബി, തർഗീബിന്റെയും ഫളാഇന്റെയും ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാമെന്നൊരു വിശാല കാര്യത്തിൽ എല്ലാവരും ഇത്തിഫാഖ് പറ്റും എന്നുള്ളതാണ് ഉള്ളത്. ഖാൽ ഇമാമു ബിൻ ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, വഖദ് തഖററ, സ്ഥിരപ്പെട്ടു കഴിഞ്ഞു, അന്നൽ ഹദീസ അൽ ലഈഫ വൽ മുർസല വൽ മുൻഖത്തിഅ വൽ മുഅല്ലൽ വൽ മൗഖൂഫ്, ഇങ്ങനെ മുഅല്ലലും മൗഖൂഫും മുൻഖത്തിയും മുർസലും ലഈഫുമായ ഹദീസുകളൊക്കെ എന്ത് പറ്റും? യുഅമലു ബിഹ, ഇത്തരം ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യപ്പെടാം. ഫീ ഫളാഇൽ അഅമാലി, ഫളാഇൽ അഅമാലിൽ അമൽ ചെയ്യപ്പെടാൻ പറ്റും, ഇജ്മാഅ കാര്യത്തിന്. അപ്പൊ ഈ പറയുന്ന ഇമാം ഇബ്നു അൽ ഹൈതമി തങ്ങളും ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹും ഈ പറഞ്ഞതൊന്നും ഈ മഹാരഥന്മാരായ ആൾക്കാരെ വാക്കൊക്കെ പൊള്ളയാണ് എന്നാണോ? ഇവരെ തള്ളി വിട്ടിട്ട് ഇവരൊക്കെ ലൈഫാക്കി ഇവര് പറഞ്ഞതൊന്നും പറ്റാതെ സ്വയം ഗവേഷണം ചെയ്തെടുക്കുന്ന രീതി എവിടുന്ന് വന്നതാണ്? അത് അപകടമല്ലേ? ഈ മഹാന്മാരെ വഴി തള്ളിയാൽ നമുക്ക് അവിടുന്ന് ഈമാൻ കിട്ടും.
അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഖുർആൻ അംഗീകരിക്കാൻ പറ്റൂല, നബിന്റെ സുന്നത്ത് നമുക്ക് കിട്ടൂല, എല്ലാരും തള്ളി വിട്ടു കഴിഞ്ഞാല്. അപ്പോ ഫളായിൽ അഅ്മാലിന് വേണ്ടിയിട്ടും അമൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്കിത് കൊണ്ടുവരാം. അപ്പോ മൗലിദ് കഴിക്കാൻ തെളിവ് സഹിയായ ഹദീസ് തന്നെ വേണമെന്നില്ല, ഉണ്ട്, അത് വേറെ വിഷയം, അത് വേണമെന്നില്ല. ഇത്തരം കാര്യം ചർച്ചയിലെടുത്ത് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്ന് മനസ്സിലാക്കുക നമ്മൾ. അങ്ങനെ മുത്തനബി തങ്ങളുടെ ജന്മങ്ങള് പകലിലാന്നും കിട്ടി, രാത്രി എന്നൊരു അഭിപ്രായമുണ്ട്, പകലാണ് ശരി, അതിന് ടൈം മറന്നു കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് വന്ന ചില അഭിപ്രായ വ്യത്യാസം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പണ്ഡിതന്മാരുടെ മൊഴികളുടെ. ഇപ്പൊ ഞാനിവിടെ വായിച്ച ഈ ദഈഫൊക്കെ പറ്റും എന്ന് പറഞ്ഞത് ഖാലിമാമിൻ നബവി മുതൽ പിന്നെ ഇജ്മാ നമ്മൾ പറഞ്ഞല്ലോ, അത് നൂർ മുഹമ്മദ് എന്ന് പറഞ്ഞ കിതാബുണ്ട്, അത് 34-ാം പേജിൽ ആ വിഷയം കാണാം. പല കിതാബിലും അതുണ്ട്, പക്ഷെ നഖൽ ഉദ്ധരിച്ചുകൊണ്ട് മൂപ്പര് വേഗം കൊടുത്തുകൊണ്ട് നമുക്ക് വേഗം നോക്കാൻ കഴിയും. ഇനി നമുക്കിന്ന് മനസ്സിലാക്കാവുന്ന ഫമൻ അത്തിലഖ അന്നഹു വലിദ ലൈലൻ, ഒരാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയത് രാത്രി തന്നെയാണ് എന്ന് പറയുന്നവൻ അറാദ ബിൽ ലൈലി, അയാൾ ലൈലി എന്നാണ് ഉദ്ദേശിക്കുന്നത് മാ ഖബല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ളതാണെന്ന്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ളതാണെന്ന് അഭിപ്രായം ആരത്തുണ്ട്, ഫലക്കിയാക്കൾക്കുണ്ടല്ലോ. ആ ഒരു അഭിപ്രായം വെച്ചുകൊണ്ടാണ് ഇവിടെ ലൈലി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഷെറൈന്റെ കാഴ്ചപ്പാട് ആ ലൈല് വന്നാലും എന്തായി, സുബൈന്റെ ടൈമാണ്. കാരണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പൊക്കെ ഇരുട്ടന്നല്ലേ സുബി ആയാലും ഈ കാഴ്ചപ്പാടിൽ. അപ്പൊ നമ്മൾ ഷെറൈന്റെ കാഴ്ചപ്പാടിൽ അത് ഇരുട്ടാണെങ്കിലും പകലല്ലേ, അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. അല്ലെങ്കിൽ ഔ ആറാദ മജാദൽ മുജാവറത്തി, അല്ലെങ്കിൽ മുജാവറത്തിന്റെ മത സുബഹി, ആ സുബഹിയോട് തുടർന്ന് വരുന്ന, അപ്പൊ രാത്രി വന്നു, ആ രാത്രിയോട് തുടർന്ന് സുബഹി വരികയാണ്. അങ്ങനെ അതിനോട് തുടർന്ന് വരുമ്പോഴുള്ളൊരു രാത്രി എന്നാണ്, അല്ല ഹഖീഖൻ രാത്രി അല്ല, പിന്നെ മജാദ് നൽകാൻ ഉദ്ദേശിച്ചു, അങ്ങനെയും പറയാം. അങ്ങനെയൊക്കെയാണ് തെളിവ് ചെയ്യേണ്ടത്. ഓരെ തള്ളുന്നില്ല നമ്മള്. അപ്പൊ ഓരോ രാത്രി കൊണ്ട് ഉദ്ദേശം പകൽ തന്നെയാണ്. അപ്പൊ മൊത്തത്തിൽ നബിന്റെ ജന്മം പകലാന്ന് വെക്കാം. ഒലൈസഫിർ റിവായത്തി എന്ന ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണുന്നില്ലല്ലോ എന്ത്, അന്നൻ നുജുമ തദല്ലത്ത് എന്ത വിലാദത്തിയും, മുത്തുനബി തങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് നക്ഷത്രം ഉണ്ടല്ലോ അത് അടുത്തു വന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടിന്റെ ഹദീസ്. നബി തങ്ങള് മഹാനല്ലേ, വലിയൊരു സംഭവമുള്ള അത്ഭുത കുഞ്ഞാണ്. അപ്പൊ ആ നബിന്റെ വരവിൽ ലോകത്ത് സന്തോഷമാണ്. അപ്പൊ അന്നൊരു പ്രത്യേക വലിയൊരു നക്ഷത്രം വരെ പുറപ്പെട്ടിട്ടുണ്ട്. ആ നക്ഷത്രം അടുത്തു വന്നു എന്ന് പറയുന്ന ഹദീസിന്റെ റിപ്പോർട്ടിൽ മാ യദുല്ലു അല അന്നദാലിക കാന ഖബ്റുൽ ഫജ്രി, അത് സുബൈക്ക് മുമ്പാണ് അടുത്തു വന്നത് റിപ്പോർട്ടില്ല, വന്നിട്ടുണ്ട്. അപ്പൊ ആ റിപ്പോർട്ട് എന്താ മനസ്സിലാക്കാനുള്ളത്, സുബൈക്ക് മുമ്പല്ല. അപ്പൊ സുബൈന്റെ അടുത്ത സമയം, നബിന്റെ ജന്മം നടക്കുന്ന സമയം അത് സുബൈക്കാണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കിക്കൂടെ. ഇങ്ങനെ പണ്ഡിതന്മാര് നല്ലോണം ചർവണം നടത്തി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി നമ്മളെ കയ്യിൽ തരുമ്പോ എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാ, എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിക്കൂടാ, ഈ ചോദ്യങ്ങൾ ഇനിയും വരൂലേ. അപ്പൊ അതൊക്കെ പഠിച്ചുകൾ നല്ലതാണ്. ഇത് ശറഹുൽ അംസിയ 114 കാണാം. വൽ മഷ്ഹൂറു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ആമൽ ഫീലി ലിസിന്ദി അശറ ലൈലത്തൻ ഖലത്ത് മിൻ റബീഉൽ അവ്വൽ നഹാറൻ. ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇത് ശറഹുൽ ബുർദയിലെ 329 പേജിൽ കാണാം. പല അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മഷ്ഹൂർ എടുക്കുകയാണ്. എന്താ മഷ്ഹൂറായത്, പ്രചാരത്തിലുള്ളത്, നബി തങ്ങൾക്ക് ജന്മം നൽകിയത് ആമിൽ ഫീൽ ആനക്കര വർഷത്തിലാണ്. 12 റബീഉൽ അവ്വലിലെ 12-ാം രാവ് പകലിലുമാണ് നടന്നിട്ടത്. 12-ാം രാത്രി നബി തങ്ങൾക്ക് ജന്മം നടക്കുമ്പോൾ അത് രാവിലെ നടക്കുമ്പോൾ പകലിൽ നടന്നു, അതേ സുബൈ ടൈം നടന്നു. 12-ലാണ് ജന്മം എന്ന് മനസ്സിലാക്കാം എന്ന്. വല്ലക്ക് സെറു അല്ല ഇനി വഖ്തലഫു ഫി ആമി വിലാദി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മഷ്ഹൂർ പറഞ്ഞു കഴിഞ്ഞിട്ടോ. ഇനി തർക്കം എവിടെ അറിയാം. വഖ്തലഫു ഫി ആമി വിലാദി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പ്രസവ വർഷം, അതിന് തർക്കമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് സമയങ്ങളും രാവ് പകലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറഞ്ഞ വർഷമാണ്. ഫൽ അക്സറൂന അന്നഹു ആമുൽ ഫീൽ ബൽ ഹുക്കിയ അൽ ഇത്തിഫാഖു അലൈഹി എന്ന് കാണാം. എന്തേ പറഞ്ഞത്, അഭിപ്രായം ഉണ്ടെങ്കിലും ബഹുഭൂരിഭാഗം ആൾക്കാരും നിൽക്കുന്നത് ആനക്കല വർഷത്തിലാണെന്നാണ്. മാത്രമല്ല അങ്ങനത്തെ നടന്നെനിക്ക് ഇത്തിഫാക്കും ഉണ്ടെന്നാണ്. എന്നിട്ട് പറയുന്നത് മഷ്ഹൂർ അന്നഹു വലിദ ബഅദഹു ബി 50 യൗമൻ, നബി തങ്ങൾക്ക് ജന്മം നൽകിയ വർഷം ആനക്കലകം കഴിഞ്ഞ് ഒരു 50 ദിവസമുണ്ട്. അപ്പൊ നബി തങ്ങൾക്ക് ആനക്കലം കഴിഞ്ഞ 50 ദിവസത്തിനുള്ളിലായിട്ട് നബി തങ്ങൾ പ്രസവം നടന്നു. ആനക്കലം കഴിഞ്ഞ 50 ദിവസത്തിനുള്ളിലല്ല, ആനക്കലം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞിട്ട്
നബി തങ്ങൾക്ക് ജന്മം നൽകി. അപ്പൊ ആനക്കന വർഷത്തിലാന്ന് കിട്ടുമല്ലോ. ഒപ്പി മക്കാനിക. പിന്നെ തർക്കമുള്ളത് നബി തങ്ങൾക്ക് ജന്മം നൽകിയ സ്ഥലം എവിടെയാണ്? അവിടെയും തർക്കമുണ്ട്. സവാബു അന്നോബി മക്ക. നബി തങ്ങൾക്ക് ജന്മം നൽകിയത് മക്കത്താണ് എന്ന് കിട്ടി. ആ മക്കത്താകുമ്പോ തന്നെ പല അഭിപ്രായമുണ്ട്. എവിടെ അറിയില്ല, പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വൽ മഷ്കൂറോ, അതിൽ പ്രചാരത്തിലുള്ളത് അന്നു അൽ മസ്ജിദുൽ മഷ്ഹൂർ അൽ ആനാബിൽ മൗലിദ്. നബി തങ്ങൾക്ക് ജന്മം നൽകിയതായിരിക്കുന്ന സ്ഥലത്തുള്ള പള്ളി എന്നുള്ളത് ഇന്ന് കാണുന്നുണ്ട്. അവിടെ ഉണ്ടാവായിരിക്കും ഇൻഷാ അല്ലാഹ്, ആ സ്ഥലത്താണെന്നും പറയുന്നുണ്ട്. ഖാല ഇബ്നു ഹജർ റഹിമഹുല്ല, മഹാനായിരിക്കുന്ന ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വൽ അശ്ഹറു അന്നഹു വലിദ ഫി റബീഉൽ അവ്വൽ. നബി തങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ളത് റബീഉൽ അവ്വൽ തന്നെയാണ് അശ്ഹറുള്ളത്. വഹുവ ഖൗലു ജുംഹൂർ ഉലമാ, ഇതാണ് ബഹുഭൂരിഭാഗ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. വനഖല ഇബ്നുൽ ജൗസി അൽ ഇത്തിഫാഖ അലൈഹി, അതിന്റെ മേൽ ഇത്തിഫാഖുണ്ട്, എല്ലാവരും സമ്മതിച്ചു എന്ന അഭിപ്രായം ആരുദ്ധരിച്ചിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്. ഫഖാല ഫി സഹുവത്തി, അദ്ദേഹം പറയുന്നു സഹുവ എന്ന കിതാബില്, ഇത്തഫഖു അലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയത് വുലിദ മക്ക, മക്കയിലാണ് ജന്മം നൽകിയ സ്ഥലം കിട്ടി. യൗമൽ ലിസ്നൈനി, തിങ്കളാഴ്ച ദിവസം കിട്ടി. ഫീ ശഹർ റബീഉൽ അവ്വൽ, അത് റബീഉൽ അവ്വൽ, അത് മാസവും കിട്ടി. ആമൽ ഫിൽ, ആനക്കന വർഷം, 4 ആയില്ലേ. അപ്പോ ആനക്കന വർഷത്തിലെ റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ച ദിനം മക്കയിൽ ജന്മം നൽകപ്പെട്ടു എന്ന് സുഹുവത്തിൽ ഇത്തിഫാക്കായിട്ട് ഇബ്നു ജൗസി പറയുന്നുണ്ട്. അപ്പൊ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നോക്കുക. ഖാല ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി ഫി നിഅമത്തുൽ കുബറ, നിഅമത്തുൽ കുബറയിൽ ഇബ്നു ഹജർ ലൈതമി തങ്ങൾ പറയുന്നത് ഉവ മൗലിദുഹു അൽ കബീർ, അത് വലിയതായിരിക്കുന്ന മൗലിദ് തന്നെയായിരുന്നു. വലിയൊരു പ്രസവമായിരുന്നു. വലിയ പ്രസവമാണ് നബിന്റെ പ്രസവം. മറ്റുള്ള പ്രസവം പോലെ അല്ലല്ലോ, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പ്രസവം. ഓ മുറാദ് ബിൻ ജൗസി ബിൻ അഖൽ ഇത്തിഫാഖ്, ഇത്തിഫാഖ് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ജൗസി ഉദ്ദേശിക്കുന്നത് ഇത്തിഫാഖ് അക്സർ, അധിക ആൾക്കാരും ഇത്തിഫാഖ് അങ്ങനെയാണ് എന്നല്ലാതെ എല്ലാവരും സമ്മതിച്ചെന്ന് പറയാൻ പറ്റൂല. നിഅമത്തുൽ കുബറ 145, 144 കാണാൻ കഴിയും. ഇനി എന്താ ഇപ്പൊ റബീഉൽ അവ്വൽ തെരഞ്ഞെടുത്തത്? എന്തിനാ തിങ്കളാഴ്ച ദിനം തെരഞ്ഞെടുത്തത്? അതൊക്കെ ഇനി നമുക്ക് മനസ്സിലാക്കണ്ടേ? ഇൻഷാ അല്ലാഹ് അതാണ് ഇനി അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് നൽകാനുള്ള വിവരണം.